നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്റർ. എന്താ ചാപ്റ്ററിൻ്റെ പേര്? ടുവാർഡ്സ് എ 100-fold yield. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണിത്. അപ്പോൾ ആദ്യത്തെ 2 പാർട്ട് വീഡിയോസ് മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ പാർട്ട് വീഡിയോ. അപ്പോൾ ഈ വീഡിയോയോട് കൂടി ഈ ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും ആൻസേഴ്സും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ എക്സസൈസ് ചെയ്യാനുണ്ട്, ലെറ്റേഴ്സ് സോൾവിങ് ചെയ്യാനുണ്ട്. അത് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല കമൻസൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പെസ്റ്റ് കൺട്രോൾ ഇൻ പ്ലാന്റ്സ്. ഈ പ്ലാന്റ്സിൽ പെസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം നമുക്ക്. പെസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കീടങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബയോളജിക്കൽ കൺട്രോൾ, ജൈവ നിയന്ത്രണം. ബയോളജിക്കൽ കൺട്രോൾ അല്ലെങ്കിൽ ജൈവ നിയന്ത്രണം. അപ്പോൾ എന്താ അതിൽ പറഞ്ഞേക്കുന്നത്? എങ്ങനെയാണ് ബയോളജിക്കൽ കൺട്രോൾ വഴി നമുക്ക് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതെന്നാണ്. ലേഡി ബഗ് ഈസ് ആൻ ഇൻസെക്ട് വിച്ച് ഈറ്റ്സ് ദ പെറ്റ്സ് ദാറ്റ് ഗ്രോ ഓൺ പ്ലാന്റ്സ്. ലേഡി ബഗിൻ്റെ ഫിഗർ നമ്മളുടെ ടെക്സ്റ്റിലുണ്ട്, നോക്കിക്കൊള്ളണം കേട്ടോ. അപ്പോൾ ലേഡി ബഗ് എന്ന് പറയുന്ന ഒരു ഇൻസെക്റ്റ് ഉണ്ട്. അതെന്ത് ചെയ്യുന്നു? വിച്ച് ഈറ്റ്സ്, അത് ഈറ്റ് ചെയ്യുന്നു, കഴിക്കുന്നു. ഏതിനാ? ദ പെസ്റ്റ് ദാറ്റ് ഗ്രോ ഓൺ പ്ലാന്റ്സ്. പ്ലാന്റ്സിലൊക്കെ വളരുന്ന ആ പെസ്റ്റിനെയൊക്കെ കഴിക്കുന്നു. അപ്പോൾ ലേഡി ബഗ് വെച്ചിട്ട് നമുക്ക് ബയോളജിക്കൽ കൺട്രോളിലൂടെ ആ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, പ്ലാന്റ്സിലൊക്കെ ഉള്ള. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ട്രൈക്കോഗ്രാമ, ഫ്രോഗ്, മാബുയ, കെലോട്ടസ്, ബഗ് എക്സെട്ര ഫീഡ് ഓൺ പെസ്റ്റ് വിച്ച് ഇൻഫെസ്റ്റ് ക്രോപ്സ്. ഈ ക്രോപ്സിനെയൊക്കെ നശിപ്പിക്കുന്ന പെസ്റ്റുകളെയൊക്കെ തിന്ന് നശിപ്പിക്കുന്ന ജീവികളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. കുറേ എണ്ണത്തിൻ്റെ പേരെന്തൊക്കെയാണ്? ട്രൈക്കോഗ്രാമ എന്ന് പറഞ്ഞ ജീവി. പിന്നെ ഫ്രോഗ് അറിയാലോ, തവള. മാബുയ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു തരം അരണയാണ് കേട്ടോ. അരണയെ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങളൊക്കെ. അപ്പോൾ ഒരു തരം അരണയാണ് മാബുയ. പിന്നെ കലോട്ടസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓന്തിന. പിന്നെ ബഗ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ വണ്ടുകൾ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഈ നമ്മുടെ വിളകളെയൊക്കെ നശിപ്പിക്കുന്ന പെസ്റ്റിനെ, കീടങ്ങളെയൊക്കെ തിന്ന് നശിപ്പിക്കുന്ന ജീവികളാണ്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നും കൂടെ ശ്രദ്ധിക്കുക ഒരു സെൻറ്റൻസ്. ട്രൈക്കോഗ്രാമ, ഫ്രോഗ്, മാബുയ, കലോട്ടസ്, ബഗ്. അപ്പോൾ ഈ പറഞ്ഞ ട്രൈക്കോഗ്രാമ, ഫ്രോഗ്, തവള, മാബുയ, അരണ, കെലോട്ടസ്, ഓന്ത്, ബഗ്, ഒരു തരം വണ്ട്. ഇതൊക്കെ ഫീഡ് ഓൺ പെസ്റ്റിനെയൊക്കെ എന്ത് ചെയ്യുന്നു? ഫീഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ പെസ്റ്റിനെയൊക്കെ കഴിക്കുന്നു. എങ്ങനെയുള്ള പെസ്റ്റിനെ? വിച്ച് ഇൻഫെസ്റ്റ് ക്രോപ്സിനെയൊക്കെ അല്ലെങ്കിൽ വിളകളെയൊക്കെ ഇൻഫെസ്റ്റ് ചെയ്യുന്ന, ബാധിക്കുന്ന പെസ്റ്റിനെ എന്ത് ചെയ്യുന്നു? തിന്ന് നശിപ്പിക്കും. ആരൊക്കെയാണ്? ട്രൈക്കോഗ്രാമയും ഫ്രോഗും കെലോട്ടസും മാബുയയും ബഗും ഒക്കെ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത സെൻറ്റൻസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ദിസ് കൈൻഡ് ഓഫ് പെസ്റ്റ് കൺട്രോൾ ഈസ് കോൾഡ് ബയോളജിക്കൽ കൺട്രോൾ. ഈ തരത്തിലുള്ള പെസ്റ്റ് കൺട്രോൾ, ഇങ്ങനത്തെയുള്ള കീട നിയന്ത്രണമാണ് എന്ത് പറയുന്നത്? ബയോളജിക്കൽ കൺട്രോൾ, അതായത് ജൈവ നിയന്ത്രണം എന്ന് പറയുന്നത്. അതായത് ഒരു ജീവിയെ വെച്ച് നമുക്ക് ദോഷം ഉണ്ടാക്കുന്ന മറ്റൊരു ജീവിയെ തിന്നു നശിപ്പിക്കുക. ഇതാണ് ജൈവ നിയന്ത്രണം. ഇത് നമ്മുടെ പ്രകൃതിക്കോ ഒന്നിനും ഒരു ദോഷം ഉണ്ടാക്കാത്ത തരത്തിലുള്ള ഒരു പെസ്റ്റ് കൺട്രോൾ മെത്തേഡാണ്. അടുത്ത രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പെസ്റ്റ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ കൺട്രോൾ അല്ലെങ്കിൽ യാന്ത്രിക നിയന്ത്രണം എന്ന് പറയും. എന്താണെന്ന് നോക്കാം. ദ മെത്തേഡ് ഓഫ് കൺട്രോളിംഗ് പെസ്റ്റ് ബൈ റിമൂവിങ് ദ മാനുവലി ഓർ യൂസിങ് ട്രാപ്സ് ഈസ് കോൾഡ് മെക്കാനിക്കൽ കൺട്രോൾ. അതായത് നമ്മൾ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത് മാനുവൽ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കൈകൾ ഉപയോഗിച്ച് ഏതെങ്കിലും രീതിയിൽ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുകയോ, അല്ലെങ്കിൽ ഓർ യൂസിങ് ട്രാപ്പ് എന്ന് വെച്ചാൽ കെണികളൊക്കെ ഉപയോഗിച്ച് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ മാനുവൽ കൺട്രോൾ മെക്കാനിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. എന്താണ് മെക്കാനിക്കൽ കൺട്രോൾ? യാന്ത്രിക നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആ ഒരു സെൻറ്റൻസ് നമുക്ക് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. ദ മെത്തേഡ് ഓഫ് കൺട്രോളിങ് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ്? ബൈ റിമൂവിങ് ദം, അവയെ ഒഴിവാക്കുന്നു, റിമൂവ് ചെയ്യുന്നു. ഈ പെസ്റ്റിനെ എങ്ങനെ? മാനുവലി എന്ന് വെച്ചാൽ നമ്മൾ കൈ കൊണ്ടൊക്കെ. ഇപ്പം നമുക്കൊരു പച്ചക്കറി തോട്ടമുണ്ട്. അതിൽ നമ്മൾ കുറച്ച് വെണ്ടക്കായ നട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഈ വെണ്ടക്കായയിൽ ആ ചെടിയിൽ നിറച്ച് ചുരുണ്ട് കുറച്ച് പുഴു ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൈ കൊണ്ട് ഇതിനെയൊക്കെ പറിച്ചു കളയുന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഓഫ് പെസ്റ്റ് കൺട്രോളിനെയാണ് നമ്മൾ മാനുവൽ എന്ന് പറയുന്നത്. നമ്മൾ കൈ കൊണ്ട് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ പെസ്റ്റിനെ നശിപ്പിച്ച് കളയുന്നു, റിമൂവ് ചെയ്യുന്നു. മനസ്സിലായോ? രണ്ടാമത്തെ മെത്തേഡ്, അതായത് മാനുവലായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. രണ്ടാമത്തത് ഓർ യൂസിങ് ട്രാപ്സ്, കെണികളൊക്കെ ഉപയോഗിച്ച് നമുക്ക് പെസ്റ്റിനെ റിമൂവ് ചെയ്യാം.
ഇതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫിറമോൺ ട്രാപ്പ് ഈസ് ആൻ എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ ഈ ഫിറമോൺ എന്ന് പറഞ്ഞിട്ടൊരു ട്രാപ്പ് ഉണ്ട്. അതെന്ന് പറയുന്നത് ട്രാപ്പ് ഉപയോഗിച്ച് ഈ പെസ്റ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് ഒരു എക്സാമ്പിളാണ്. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ 2 എണ്ണം പറഞ്ഞു. പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്സിൽ 2 എണ്ണം പറഞ്ഞു. ഏതൊക്കെയാണ്? ബയോളജിക്കൽ കൺട്രോളും മെക്കാനിക്കൽ കൺട്രോളും. ഇനി ഒരെണ്ണവും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് പഠിച്ചാലോ? അതാണ് അടുത്ത മെത്തേഡ്, പെസ്റ്റിസൈഡ്സ്. പെസ്റ്റിസൈഡ്സ് എന്ന് വെച്ചാൽ കീടനാശിനികൾ. ബൈ യൂസിങ് പെസ്റ്റിസൈഡ്സ് വി ക്യാൻ കൺട്രോൾ പെസ്റ്റ്. നമുക്ക് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്തിട്ട് പെസ്റ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ അടുത്ത സെൻറ്റൻസ് ആയിട്ട് എഴുതണം. പെസ്റ്റിസൈഡ്സ് ആർ ഓഫ് 2 ടൈപ്സ്. പെസ്റ്റിസൈഡ്സ് 2 തരമുണ്ട്. ഏതൊക്കെയാണ്? കെമിക്കൽ പെസ്റ്റിസൈഡ്സും ഓർഗാനിക് പെസ്റ്റിസൈഡ്സും. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് എന്ന് വെച്ചാൽ രാസ കീടനാശിനികൾ. ഓർഗാനിക് പെസ്റ്റിസൈഡ് എന്ന് വെച്ചാൽ ജൈവ കീടനാശിനികൾ. അപ്പോൾ പെസ്റ്റിസൈഡ്സ് 2 തരത്തിലുണ്ട്, ഓർഗാനിക് പെസ്റ്റിസൈഡ്സും കെമിക്കൽ പെസ്റ്റിസൈഡ്സും. ഇതിലേതായിരിക്കും ദോഷം, ഏതായിരിക്കും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളത്? കെമിക്കൽ പെസ്റ്റിസൈഡ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട്, എന്താണ്? രാസ കീടനാശിനി അല്ലേ? അത് നമുക്ക് ദോഷമായിട്ടുള്ളതും, പിന്നെ ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ജൈവ കീടനാശിനി, അത് നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ളതും നമ്മുടെ എക്കോ ഫ്രണ്ട്ലി ഉള്ള ഒരു കീടനാശിനി ആയിരിക്കാം. അപ്പോൾ നമുക്ക് നോക്കിയോ, കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. ദീസ് ആർ പെസ്റ്റിസൈഡ്സ് പ്രിപ്പയർഡ് യൂസിങ് കെമിക്കൽ സബ്സ്റ്റൻസസ്. കെമിക്കൽ സബ്സ്റ്റൻസ് ഉപയോഗിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പെസ്റ്റിസൈഡിനെയാണ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അതിന് എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. DDT, എൻഡോസൾഫാൻ. DDT, എൻഡോസൾഫാനൊക്കെയാണ് ഏത് കെമിക്കൽ പെസ്റ്റിസൈഡ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി ഓർഗാനിക് പെസ്റ്റിസൈഡ്സ്. ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ആർ കമ്പാരിറ്റീവ്ലി ലെസ് ഹാംഫുൾ. അതായത് ദോഷം കുറഞ്ഞവയാണ്. ഫുള്ളി ദോഷമില്ലാത്തതെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ദോഷം കുറഞ്ഞവയാണ് എന്തെന്ന് പറയുന്നത് ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത്. കെമിക്കൽ പെസ്റ്റിസൈഡ്സിനേക്കാൾ ദോഷം കുറഞ്ഞവയാണ് എന്ന് പറയുന്നത് ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ടൊബാക്കോ ഡീകോക്ഷൻ, നീം ഓയിൽ എമൽഷൻ, ഗാർലിക് കാന്താരി മിക്സ്ചർ. ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. അപ്പോൾ ജൈവ കീടനാശിനിക്ക് എക്സാമ്പിൾ എന്താണ്? ടൊബാക്കോ ഡീകോക്ഷൻ, അതായത് പുകയില കഷായം. പിന്നെ എന്താണ്? നീം ഓയിൽ എമൽഷൻ, വേപ്പെണ്ണ എമൽഷൻ. പിന്നെ ഗാർലിക് കാന്താരി മിക്സ്ചർ, അതായത് വെളുത്തുള്ളി കാന്താരി മിശ്രിതം. ഇതൊക്കെയാണ് ഏതിന് എക്സാമ്പിൾ? ഓർഗാനിക് പെസ്റ്റിസൈഡ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പെസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള 3 മെത്തേഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ടു മേക്ക് ടൊബാക്കോ ഡീകോക്ഷൻ. ഈ പുകയില കഷായം എങ്ങനെ നിർമ്മിക്കാം നോക്കാം. ചോപ്പ് 100 gram ഓഫ് ടൊബാക്കോ ആൻഡ് സോക്ക് ഇറ്റ് ഇൻ 1.5 liters ഓഫ് വാട്ടർ ഫോർ എ ഡേ. 100 gram പുകയില വാങ്ങിക്കുക, ടൊബാക്കോ ചോപ്പ് ചെയ്യുക, അതിനെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പീസായിട്ട് മുറിക്കുക. ആൻഡ് സോക്ക് ഇറ്റ് ഇൻ 1.5 liters ഓഫ് വാട്ടർ ഫോർ എ ഡേ. ഒരു ദിവസം മുഴുവനും 1.5 ലിറ്റർ വെള്ളത്തിൽ അതിനെ സോക്ക് ചെയ്ത് വയ്ക്കുക, അതായത് അതിനെ ആ വെള്ളത്തിലിട്ട് വെച്ചേക്കുക. സ്ക്യൂസ് ഇറ്റ് ആൻഡ് ഫിൽറ്റർ ഇറ്റ്. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം? പിഴിയുക. സ്ക്യൂസ് ചെയ്യാന്ന് വെച്ചാൽ അതിനെ പിഴിഞ്ഞെടുത്ത് എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം? ഫിൽറ്റർ ഇറ്റ്, അതിനെ അരിച്ചെടുക്കണം. പിഴിഞ്ഞ് അതിനെ അരിച്ചെടുക്കുക. ഡിസോൾവ് 10 gram ഓഫ് വാഷിംഗ് സോപ്പ് ഇൻ ഇറ്റ്. അതിൻ്റെ അകത്ത് ഒരു 10 gram വാഷിംഗ് സോപ്പിനെ നമ്മൾ നന്നായിട്ട് ഡിസോൾവ് ചെയ്യുക, എന്ന് വെച്ചാൽ അതിൻ്റെ തലിയിക്കുക. ടൊബാക്കോ ഡീകോക്ഷൻ ഈസ് റെഡി നൗ. അപ്പോൾ നമുക്ക് എന്തായി? ടൊബാക്കോ ഡീകോക്ഷൻ അല്ലെങ്കിൽ പുകയില കഷായം റെഡിയായി. ഡയലൂട്ട് ഇറ്റ് ബൈ ആഡിങ് ട്വൈസ് ഓഫ് ദി ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആൻഡ് സ്പ്രേ ഓൺ പ്ലാന്റ്സ്. ഓക്കെ, ഇതിനെ എന്ത് ചെയ്യണം? ഡൈല്യൂട്ട് ചെയ്യണം. എങ്ങനെയാണ് ഡൈല്യൂട്ട് ചെയ്യാനുള്ളത്? ടോയ്സ് ഓഫ് ദി ക്വാണ്ടിറ്റി, അതായത് ഒരു കപ്പ് പുകയില കഷായം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 2 കപ്പ് വെള്ളം ഒഴിച്ച് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡൈല്യൂട്ട് ചെയ്യണം. ഡൈല്യൂട്ട് ഇറ്റ് ബൈ, ഇതിനെ ഡൈല്യൂട്ട് ചെയ്യണം. എങ്ങനെയാണ്? ബൈ ആഡ് ചെയ്യുക. എങ്ങനെ? ടോയ്സ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, 2 മടങ്ങ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇടണം. ആൻഡ് സ്പ്രേ ഓൺ പ്ലാന്റ്സ്, എന്നിട്ട് പ്ലാന്റ്സിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതായത് 1 കപ്പ് പുകയില കഷായം എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ 2 കപ്പ് വാട്ടർ അതിൻ്റെ അകത്ത് ഒഴിച്ച് അതിനെ എന്ത് ചെയ്യണം? ഡൈല്യൂട്ട് ചെയ്യണം. അതിനുശേഷം അതിനെ നമ്മൾ പ്ലാന്റ്സിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെസ്റ്റൊക്കെ എന്തായി പോവും? പമ്പ കിടക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ വീഡ്സ് ബി കൺട്രോൾഡ്. വീഡ്സ്, കളകളെയൊക്കെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഇപ്പം നമ്മൾ പഠിച്ചത് പെസ്റ്റിനെ, കീടങ്ങളെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നാണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കളകളെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നാണ്. വീഡ്സ് എന്ന് വെച്ചാൽ കളകൾ. ഒന്ന്, ആപ്ലിക്കേഷൻ ഓഫ് വീഡ്സൈഡ്സ് എന്ന് വെച്ചാൽ കളനാശിനികൾ ഉപയോഗിച്ച് നമുക്ക് കളകളെ കൺട്രോൾ ചെയ്യാം. അടുത്തത് അവിടെ ആപ്ലിക്കേഷൻ ഓഫ് വീഡ്സൈഡ്സ് എന്ന് എഴുതിയേക്കുന്നുണ്ട്, അതിന് പകരം നിങ്ങൾക്ക് ബൈ യൂസിങ് വീഡ്സൈഡ്സ് എന്ന് വേണമെങ്കിലും എഴുതാം കേട്ടോ. ബൈ യൂസിങ് വീഡ്സൈഡ്സ്, അതായത് കളനാശിനികൾ ഉപയോഗിച്ച്. അടുത്തത് ബൈ യൂസിങ് ബോയിലിംഗ് വാട്ടർ, നല്ല തിളപ്പിച്ച വെള്ളം കൊണ്ടുവന്ന് നമ്മൾ ഈ വേണ്ടാതെ വളർന്നിരിക്കുന്ന പുല്ലിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അത് ചീത്തയായി പോവില്ലേ, അത് നശിച്ചു പോവില്ലേ. അപ്പോൾ ബൈ യൂസിങ് ബോയിലിംഗ് വാട്ടർ തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് നമുക്ക് വീഡ്സിനെ കൺട്രോൾ ചെയ്യാം.
പിന്നെ ബൈ അപ്ലൈങ് വിനെഗർ ഉണ്ടല്ലോ, വിനാഗിരി, ആ വിനാഗിരി നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ഈ പിന്നെ വീഡ്സൊക്കെ നശിച്ചു പോകും. പിന്നെ റിമൂവ് ബൈ ഹാൻഡ്, നമുക്ക് കൈ കൊണ്ട് പുല്ലൊക്കെ പറിച്ച് കളയാം. അടുത്ത മെത്തേഡ് ബൈ യൂസിങ് സോൾട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പെല്ലിങ് മാറിപ്പോയിട്ടാ, SALT സോൾട്ട്. ഉപ്പ് ഉണ്ടല്ലോ, ഉപ്പ് വിതറിക്കഴിഞ്ഞാൽ പുല്ലൊക്കെ എന്താണ് നശിച്ചു പോകും. അപ്പോൾ സോൾട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീഡ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും മെത്തേഡ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡിഫറെൻറ്റ് അഗ്രികൾച്ചറൽ സെക്ടേഴ്സ്, പലതരത്തിലുള്ള അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് അല്ലെങ്കിൽ കാർഷിക സംരംഭങ്ങൾ നമുക്ക് നോക്കാം. ഇതൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റിയതാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ഫസ്റ്റ് സെറികൾച്ചർ എന്ന് വെച്ചാൽ പട്ടുനൂൽ പുഴു വളർത്തൽ. റിയറിങ് സിൽക്ക് വേംസ് എന്ന് വെച്ചാൽ പട്ടുനൂൽ പുഴു വളർത്തൽ. അത് റിയറിങ് ഓഫ് സിൽക്ക് വേംസ് ആണ് എന്തെന്ന് പറയുന്നത്, സെറികൾച്ചർ. അടുത്തത് ഫ്ലോറികൾച്ചർ. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ കിട്ടും, എന്താണ്, ഗ്രോയിങ് ഫ്ലവേഴ്സ്. ഈ പുഷ്പകൃഷിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. അടുത്തത് എപ്പികൾച്ചർ എന്ന് വെച്ചാൽ റെയറിങ് ഹണി ബീ എന്ന് വെച്ചാൽ തേനീച്ച വളർത്തലിനെയാണ് എപ്പികൾച്ചർ എന്ന് പറയുന്നത്. അടുത്തത് ക്യൂണികൾച്ചർ എന്ന് പറഞ്ഞാൽ റിയറിങ് റാബിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ മുയൽ വളർത്തലിനെയാണ് ക്യൂണികൾച്ചർ എന്ന് പറയുന്നത്. അടുത്ത മഷ്റൂം കൾച്ചർ, പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും, എന്താണ്, കൾട്ടിവേറ്റിംഗ് മഷ്റൂമിനെ കൾട്ടിവേറ്റ് ചെയ്യണതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മഷ്റൂം കൾച്ചർ എന്ന് പറയുന്നത്. അടുത്തത് പോൾട്രി ഫാമിംഗ്, എന്താണ്, റിയറിങ് പോൾട്രി എന്ന് വെച്ചാൽ കോഴികളുടെ കൃഷി ചെയ്യുന്ന അതിനെയാണ് പോൾട്രി ഫാമിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ലൈവ് സ്റ്റോക്ക് റിയറിംഗ് എന്ന് വെച്ചാൽ ഈ കന്നുകാലി വളർത്തൽ. റിയറിംഗ് കാറ്റിൽസ് എന്ന് വെച്ചാൽ കന്നുകാലി. അപ്പോൾ കന്നുകാലി വളർത്തലിനെയാണ് എന്ന് പറയുന്നത് ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൈവ് സ്റ്റോക്ക് റിയറിംഗ്. ഇനി പിസികൾച്ചർ എന്ന് വെച്ചാൽ റിയറിംഗ് ഫിഷസ്, അതായത് മത്സ്യകൃഷിയാണ് എന്തെന്നറിയപ്പെടുന്നത്, പിസികൾച്ചർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറികൾച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പികൾച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, ക്യൂണികൾച്ചർ, പിസികൾച്ചർ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ ഫ്ലോറികൾച്ചർ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയായപ്പോൾ ഈ യൂണിറ്റിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ലെറ്റേഴ്സസ് സോൾവിങ് നോക്കണം. അത് നമ്മൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്.